ട്രംപിന്റെ വലിയ താരിഫ് ഭീഷണി ഇന്ത്യക്കുമേൽ വലിയ കാർമേഘമായി തന്നെ ഉരുണ്ടുകൂടി നിൽക്കുമ്പോഴും ഇന്ത്യയിലെ ജനങ്ങളെ ഏറ്റവും മനോഹരമായി ചേർത്ത് പിടിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇനി ട്രംപ് അല്ല ആര് വിചാരിച്ചാലും മോദിയും ഇന്ത്യയിലെ ജനങ്ങളും തമ്മിലുള്ള ഏറ്റവും വിശ്വാസപൂർവവും ഊഷ്മളവുമായ ബന്ധം തകർക്കാൻ കഴിയില്ല. ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ താരിഫിന്റെ പ്രത്യാഘാതങ്ങളിൽ തകർന്നു തരിപ്പണമായി ഭിക്ഷാപാത്രം എടുക്കുമെന്നാണ് ട്രംപ് കരുതിയത്. എങ്കിൽ മോദി ഭരിക്കുന്ന ഇന്ത്യയിൽ ജനങ്ങൾ സുരക്ഷിതരാണ് എന്ന് ട്രംപിന് കൂടുതൽ ആഴത്തിൽ വ്യക്തമാവുന്ന പോലെയാണ് ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ത്യൻ ജനതയ്ക്ക് ദീപാവലി സമ്മാനം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. പുതിയ GST പരിഷ്കാരം രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ചെന്നൈയിൽ നടന്ന വ്യാപാര വ്യവസായ സംഘടനയുടെ സംയുക്ത സമ്മേളനത്തിൽ ഉയരുന്ന ഭാരതത്തിനായുള്ള നികുതി പരിഷ്കാരങ്ങൾ എന്ന പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു ധനമന്ത്രിയുടെ പ്രതികരണം. 12% GST ഏർപ്പെടുത്തിയിരുന്ന 99% ഉൽപ്പന്നങ്ങളും ഇനി മുതൽ 5% GST-യിലായിരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ ഓരോ പൗരനെ സംബന്ധിച്ചും GST പരിഷ്കാരങ്ങൾ വലിയ വിജയമാണ് എന്നും അവർ പറഞ്ഞു. സെപ്റ്റംബർ 22 മുതലാണ് രാജ്യത്ത് പുതിയ GST പരിഷ്കാരം പ്രാബല്യത്തിൽ വരാനിരിക്കുന്നത്. ട്രംപ് താരിഫ് കൂട്ടി ഇന്ത്യൻ ജനതയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ നോക്കുമ്പോൾ GST കുറച്ചുകൊണ്ട് അവരുടെ ഭാരം കുറച്ചു കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ് മോദി സർക്കാർ. ദിവസങ്ങൾക്ക് മുൻപാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ നേതൃത്വത്തിലുള്ള GST കൗൺസിൽ ചരക്ക് സേവന നികുതി ഘടനയിൽ വലിയ പരിഷ്കാരത്തിന് അംഗീകാരം നൽകിയത്. ഇതുപ്രകാരം 5%, 18% എന്നീ രണ്ട് പ്രധാന സ്ലാബുകളിലായിരിക്കും ഇനി GST പിരിക്കുക. നിലവിലുള്ള 12%, 28% നിരക്കുകൾക്ക് പകരമായി ആഡംബര പാവവസ്തുക്കൾക്ക് പ്രത്യേകം 40% സ്ലാബ് നൽകും. രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്ന ദീപാവലി സമ്മാനം എന്നാണ് കേന്ദ്ര സർക്കാർ ഈ നികുതി പരിഷ്കാരത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ജീവിത ചെലവ് കുറയ്ക്കുക, ഉപഭോഗം വർദ്ധിപ്പിക്കുക, സാമ്പത്തിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ നികുതി പരിഷ്കാരത്തിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇത് പ്രകാരം പല നിത്യോപയോഗ സാധനങ്ങളുടെയും വില കുറയും. ഹെയർ ഓയിൽ, ഷാംപൂ, ടൂത്ത് പേസ്റ്റ്, ടോയ്ലറ്റ് സോപ്പുകൾ, ഷേവിംഗ് ക്രീം, ടൂത്ത് ബ്രഷുകൾ തുടങ്ങിയ ഗാർഹിക ഉൽപ്പന്നങ്ങൾക്ക് ഇനി 18% GST-യിൽ നിന്ന് 5% GST മാത്രമേ ഈടാക്കൂ. ഇതിനു പുറമെ വെണ്ണ, നെയ്, ചീസ്, പാക്ക് ചെയ്ത നാപ്കിനുകൾ, ഡയറി സ്പ്രെഡുകൾ, പാത്രങ്ങൾ എന്നിവയുടെ നിരക്ക് 12%-ൽ നിന്ന് 5%-ആയാണ് കുറച്ചിരിക്കുന്നത്. ഫീഡിംഗ് ബോട്ടിലുകൾക്കും ക്ലിനിക്കൽ ഡയപ്പറുകൾ, തയ്യൽ മെഷീനുകൾ എന്നിവയും ഏറ്റവും കുറഞ്ഞ സ്ലാബിലേക്ക് നീങ്ങും. നേരത്തെ 28%-ആയിരുന്ന പെട്രോൾ, ഡീസൽ, CNG കാറുകൾക്ക് ഇനി 18% മാത്രമേ നികുതി ചുമത്തൂ. മുച്ചക്ര വാഹനങ്ങൾ, 350cc വരെയുള്ള മോട്ടോർ സൈക്കിളുകൾ, ചരക്ക് ഗതാഗതത്തിനുള്ള വാണിജ്യ വാഹനങ്ങൾ എന്നിവയ്ക്കും ഇത് ബാധകമാണ്. ഇന്ത്യയെ തകർക്കാൻ ട്രംപ് കാത്തിരുന്ന് പതിയിരുന്ന് ഓരോ വാരിക്കുഴി തീർത്തു വെക്കുമ്പോൾ മോദി മുടിനാരു പോലെ അവയൊക്കെ വകഞ്ഞു മാറ്റി തന്നെ വിശ്വസിച്ച ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. മോദിയും ഇന്ത്യൻ ജനതയും ഒറ്റക്കെട്ടായി നിൽക്കുന്നിടത്തോളം ട്രംപ് അല്ല ആര് വിചാരിച്ചാലും ഇന്ത്യയുടെ കെട്ടുറപ്പിൽ തൊടാൻ പോലും കഴിയില്ല.